പ്രവിശ്യ യുദ്ധത്തിന് സമയമായി എന്ന് ഇറാൻ. അവരുടെ യുദ്ധരീതികളും യുദ്ധതന്ത്രങ്ങളും ലോകത്ത് ഇന്നുവരെ ഒരു രാജ്യവും കാണാത്തതാണ്. അതാണ് അവരെ വല്ലാത്ത രീതിയിൽ അതിശയിപ്പിക്കുന്നത്. ഇറാൻ്റെ ഓരോരോ പ്രവർത്തനം അതിശയിപ്പിക്കുകയാണ്. കാര്യം ഈ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരുപാട് ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിലൊക്കെ വളരെ താഴ്മയോടുകൂടി എളിമയോട് കൂടിയിട്ടാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അടക്കമുള്ളവർ സംസാരിക്കുന്നത്. വിട്ടുവെച്ച് ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ ആണവായുധം ഉണ്ടാക്കുന്നില്ല, ഞങ്ങളുടെ കൈവശത്തിലുള്ള ആണവായുധ സാമഗ്രികളൊക്കെ ഒരു രാജ്യത്തിന് കൈമാറാൻ തയ്യാറാണ്. അങ്ങനെ വളരെ ലാളിത്യത്തോടു കൂടി സംസാരിക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് ഈ മിസൈൽ ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ചോദിച്ച സമയത്ത് രാജ്യത്തിൻ്റെ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു രാജ്യത്തോട് നിങ്ങൾ ആയുധം ഉണ്ടാക്കരുത് എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? അങ്ങനത്തെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ആകെ ഇറാൻ പറഞ്ഞത്. എന്നാൽ യുദ്ധം തുടങ്ങിയ സമയത്ത് രീതികൾക്ക് മാറ്റമാണ്. ഇറാൻ്റെ പ്രത്യാക്രമണത്തിന് മുൻപിൽ ലോകം വിറച്ചു പോകുന്നു. ഇത്രയും ശക്തമായിരിക്കുന്ന രാജ്യമാണോ ഇറാൻ എന്നുള്ളതാണ് ഇപ്പോൾ ചോദ്യം. ഇപ്പോൾ അതിന് ഇറാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് ഉന്നത സീനിയോറിറ്റിയുള്ള നേതാക്കന്മാരെ ഇറാൻ കൊന്നിട്ടുണ്ട്, ഇസ്രായേൽ കൊന്നിട്ടുണ്ട്, നമുക്കറിയാം. അയത്തുള്ള അലി ഖംനായി മുതൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഏകദേശം 20-ലധികം ഏറ്റവും ഉന്നത നേതൃത്വ നിലയിലുള്ള ആളുകൾ, അത് മതരംഗത്തുള്ളവരും രാഷ്ട്രീയ രംഗത്തുള്ളവരും സൈനിക രംഗത്തുള്ളതും സാമൂഹ്യ രംഗത്തുള്ളവരും ഈ കൊല ചെയ്യപ്പെട്ടതിൽ പെടും. അപ്പോൾ ആ ഒരു തലമുറ പ്രായമുള്ള തലമുറയാണ്. ആ തലമുറയുടെ കാലം, ആ വംശം കഴിഞ്ഞതോടുകൂടി ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് യുവതലമുറയാണ് അത് ഏറ്റെടുത്തത്. യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മിതത്വമൊന്നുമില്ല, തീവ്ര ചിന്താഗതിക്കാരാണ്. അതുകൊണ്ടാണ് രാവും പകലും നോക്കാതെ ഇറാൻ ആക്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. ഏതെങ്കിലും ഏരിയകളെന്നോ ഏതെങ്കിലും പ്രദേശങ്ങളെന്നോ പ്രത്യേകം ഡിവൈഡ് ചെയ്യാതെ ലക്ഷ്യം ഇസ്രായേൽ അങ്ങോട്ട് വിടുന്നു. ആ രീതിയിലേക്കാണ് ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ ആക്രമണം. അത് മുസ്ലിം ഏരിയകൾ താമസിക്കുന്ന പ്രത്യേകമായിരിക്കുന്ന ചില പ്രദേശങ്ങളുണ്ട്. ആ പ്രദേശം മാത്രമാണ് അതിൽ ഒഴിവാക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അഭയാർത്ഥികളായിട്ട് പോകുന്ന ഇസ്രായേലിലെ ജൂതന്മാർ കൂടുതൽ ഈ മുസ്ലിം ഏരിയകളിലേക്കാണ് കൂടുതൽ വരുന്നത്. കാരണം അവിടെയാണ് സുരക്ഷിതത്വം ഉള്ളത് എന്ന് ചുരുക്കം. ഈ തരത്തിലാണ് അവിടുത്തെ പോകുന്നത്. അതോടനുബന്ധിച്ച് ഇപ്പോൾ ഹോർമുസ് കടലിൽ ഈ ടോൾ പിരിവ് തുടങ്ങിയിട്ടുണ്ട് ഇറാൻ. അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കക്ക് അങ്ങോട്ട് അടുക്കാൻ വേണ്ടി പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അവർ സർവ്വ മേഖലയിലും വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു, വലിയ അടികളും വലിയ അക്രമവും ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ ഏറ്റുമുട്ടൽ ഉണ്ടായി കഴിഞ്ഞിട്ടാണെങ്കിൽ വലിയ നാശം ഉണ്ടാവുക അമേരിക്കക്കാണ്. കാര്യം എന്ന് വെച്ചാൽ അവിടെ യുദ്ധക്കപ്പലുകൾ, സൈനികർ, അതുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങൾ, പിന്നീട് അവരുടെ യുദ്ധവിമാനങ്ങൾ, ഇതെല്ലാം അവർ സാരമായിട്ട് ബാധിക്കും. ഇപ്പോൾ ഇറാനെ പറ്റി കുറ്റം പറയുന്നുണ്ട് മറ്റ് ലോക രാജ്യങ്ങൾ. നിങ്ങളുടെ കാരണത്താൽ എന്നുണ്ടാവുന്നുണ്ട്. അതായത് ഹോർമുസ് കടലിലൂടെ കപ്പലിനെ കടത്തിവിടാത്ത കാരണത്താലാണ് പെട്രോളിയത്തിന് വില കൂടുന്നത്. അതിന് ഇറാൻ പറയുന്നൊരു മറുപടി ഉണ്ട്. നിങ്ങൾ ഇതിലൂടെ കൊണ്ടുപോകുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല, പക്ഷേ 2 കണ്ടീഷൻ. ഒന്ന്, ഈ നിങ്ങൾ ശേഖരിക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അത് അപ്പോൾ ഇതിലെല്ലാം പെട്ടു. പെട്രോൾ, ഡീസൽ, ഡാറോ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതിൽ പെട്ടു. ഗ്യാസ് അടക്കം അതിൽ പെട്ടു. ഇത് നിങ്ങൾ വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്ന കറൻസി ചൈനയുടെ യുവാൻ എന്ന് പറയുന്ന കറൻസി ആയിരിക്കണം. ഡോളറിൽ വിനിമയം പറ്റില്ല, ഇടപാട് ഡോളറിൽ പറ്റില്ല. ഇതാണ് പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് പറയുന്നത്. രണ്ടാമത്തത്, ഇങ്ങോട്ട് കടന്നു വരികയാണെങ്കിൽ ഞങ്ങളുടെ അതിർത്തിയാണ്, അതുകൊണ്ട് ഞങ്ങൾ ടോൾ തരണം. അങ്ങനെ നല്ലൊരു സംഖ്യ ഓരോരോ കപ്പലിൽ നിന്നും ടോൾ വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. 2 കോടിയോളം രൂപ എങ്കിലും ഒരു കപ്പലിൽ നിന്ന് ടോൾ വാങ്ങിയിരിക്കുന്ന വേറെ ഇപ്പോൾ പുറത്ത് വന്നു. സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ഉണ്ട് എന്ന് പറയണമെങ്കിൽ എന്തൊക്കെയോ സംഭവം നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അമേരിക്ക ഒരു ഭാഗത്ത് യുദ്ധം ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ ഹോർമുസ് കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ പൈസ വാരിക്കൂട്ടുകയാണ്. 2 കാരണം അതിലുണ്ട്. ഒന്ന്, ആ ഏരിയയിലെ ടാക്സ് ഒഴിവായി. ടാക്സ് ഇല്ല എന്നുള്ള കാര്യം അമേരിക്ക പറഞ്ഞു, അങ്ങനെ ടാക്സ് ഒഴിവായി. രണ്ടാമത്തത്, എല്ലാ കാലത്തും ഇറാൻ ഉപരോധം ഉണ്ടാവും. ഈ ഉപരോധത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് വലിയ പ്രയാസം ഇറാൻ അനുഭവിക്കലുണ്ട്. ഇപ്പോൾ ഉപരോധം അങ്ങോട്ട് പിൻവലിച്ചു. കാര്യം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ പ്രതിസന്ധി ആകുമ്പോഴാണ് അവർക്ക് ഡീസൽ കിട്ടാതാകുന്നു, പെട്രോൾ കിട്ടാതാകുന്നു, ഗ്യാസ് കിട്ടാതാകുന്നു. ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഈ പെട്രോളിയത്തിൻ്റെ വില വർധനവും ഉണ്ടാവും. ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന യൂറോപ്പിലൊക്കെ വലിയ രീതിയിൽ തീപിടിച്ച രീതിയിലാണ് പെട്രോളിയത്തിൻ്റെ വില വർദ്ധിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് അതിനൊന്നും ഞങ്ങൾക്ക് അമേരിക്കയുടെയും ഇസ്രായേലിനെയും അവർ അനുകൂലിക്കുന്ന ആളുകളോട് മാത്രമാണ് എതിർപ്പുള്ളത്. അവരെന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൽ പോരാൻ പറ്റില്ല. ബാക്കി എല്ലാവർക്കും പോരാ. ഈ കറൻസി നിങ്ങൾ വിനിമയം കൃത്യമാക്കണം, ഞങ്ങൾക്കുള്ള ചുങ്കം തരണം. എത്ര ചുങ്കം ചോദിച്ചാലും അത് കൊടുക്കാവുന്ന രീതിയിലാണ് കപ്പലിനെ സംബന്ധിച്ചിടത്തോളം കാര്യം. അതല്ലെങ്കിൽ പിന്നീട് പോകാൻ വേണ്ടി വഴിയില്ല. പിന്നെ ആഫ്രിക്ക വഴി പോകണം, അത് ഒരുപാട് ദിവസങ്ങൾക്കും അപകട മേഖലയാണ്, മരണപ്പെട്ടെന്നൊക്കെ വരും. മാത്രമല്ല ആക്രമിച്ചു കഴിഞ്ഞാൽ അതിലുള്ള ഈ വസ്തുക്കൾ
എന്തൊക്കെയാണോ അതിലുള്ള കപ്പലിനകത്തുള്ളത് അതെല്ലാം കടലിൽ മുങ്ങാൻ സാധ്യതയുണ്ട്. അതിൽ ഭീമമായിരിക്കുന്ന സംഖ്യ നഷ്ടം വരും. ഇൻഷുറൻസ് കമ്പനി തന്നെ ഇപ്പോഴത്തെ യുദ്ധം പുറപ്പെട്ടതിന് ശേഷം ഒരുപാട് ഇൻഷുറൻസ് റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്. ഉള്ള ഇൻഷുറൻസിന് തന്നെ വലിയ രീതിയിലുള്ള പണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഒരു സ്ഥിതി യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ആഫ്രിക്കനെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ച വലിയ പ്രയാസമുള്ള കാര്യമാണ്. പകരം എന്ത് ചെയ്യണം? ആശ്രയിക്കാത്ത രീതിയിൽ എത്താനുള്ള ഒറ്റ പോംവഴി മാത്രമേ ഉള്ളൂ. അത് ഈ പറയപ്പെട്ട ഹോർമുസ് കടലാണ്. അപ്പോൾ അത് അവർക്ക് വേണ്ടത് അങ്ങനെ കൊടുത്തു വിടുക. 100 കപ്പലൊരു ദിവസം കടന്നു പോയാൽ 2 കോടി എന്ന് പറയുന്നത് നമ്മൾ ഒരു 50,000 രൂപ തന്നെ ആക്കുകയാണെങ്കിൽ പോലും, അല്ലെ 1 ലക്ഷം രൂപ ആക്കുകയാണെങ്കിൽ പോലും എത്രാനുണ്ടാവും? അപ്പോൾ അത് അങ്ങനെ തുടർച്ചയായിട്ട് കണ്ടിന്യൂ ആയിട്ട് 200-ലധികം കപ്പലുകൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത്. അത് അനുമതി കാത്തു നിൽക്കുന്നു. അമേരിക്ക കുറേ വീർവാണം വയ്ക്കുന്നു എന്നല്ലാതെ അവർക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം വേറെ ആരുമില്ല, അമേരിക്ക മാത്രമേ ഉള്ളൂ. അവർക്ക് ഒറ്റപ്പെട്ടു പോയി. മാത്രമല്ല, അമേരിക്ക ആക്രമിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആ കപ്പലിനെ കാണാൻ വേണ്ടി സാധിക്കില്ല. ആ കപ്പലിനെ ഇവർ യമൻ്റെ സൈന്യം കടൽ മുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. 2 കപ്പൽ ഇപ്പോൾ കാണുന്നില്ല എന്ന് അമേരിക്ക തന്നെ പറയുന്നുണ്ട്. അത് അവിടെ തലഞ്ഞ് തിരിഞ്ഞ് നടക്കും എന്ന് പറഞ്ഞിട്ട് അവർ സമാധാനിക്കുകയാണ്. യഥാർത്ഥത്തിൽ അതൊക്കെ മുങ്ങിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് കപ്പലിനെ കുറിച്ച് മാത്രമാണ് ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ പെട്രോളിയത്തെക്കുറിച്ച് മാത്രമാണ് അതിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുണ്ടാവുമല്ലോ, തൊഴിലാളികൾ, അവരുടെ ജീവനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതും വലിയ നിരാശയുള്ള കാര്യമാണ്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ നിലവിലെ സാഹചര്യ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് അങ്ങനെ എളുപ്പം കയറാൻ വേണ്ടി സാധിക്കുകയില്ല. ഇസ്രായേലിനും സാധിക്കുകയില്ല. ഇസ്രായേൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും ഭീകരമായിരിക്കുന്ന ഒരു ആക്രമണത്തെ അവർ കാണുന്നത്. അവരുടെ എല്ലാ പ്രതിരോധ സംവിധാനവും ഭേദിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ അകത്ത് നിരന്തരം മിസൈൽ പെരുമഴ പെയ്യുകയാണ്. അതിനോടനുസരിച്ച് നഷ്ടങ്ങളും ഉണ്ടാകുന്നു. ഇപ്പോൾ അമേരിക്ക തന്നെ ഇസ്രായേൽ ജനങ്ങൾ രംഗത്തിറങ്ങിയിട്ട് അവരിപ്പോൾ പറയുന്ന കാര്യം ഇസ്രായേൽ ഗവൺമെൻറ് മാറണം എന്നുള്ളതാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ മാറുക, അല്ലെങ്കിൽ നിങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുക. ഈ യുദ്ധം ലക്ഷ്യത്തിലെത്താൻ വേണ്ടി സാധിക്കുക. അനാവശ്യമായിട്ടാണ് ഇറാനുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ഇറാനിൽ ഇടപെട്ടത്. ഇറാനിലേക്ക് നിങ്ങൾക്ക് ഇരച്ചു കയറേണ്ട കാര്യമൊന്നുമില്ല. അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് എന്തിനാണ് ചെയ്യേണ്ട കാര്യം? അതായത് ഈ ഇസ്രായേലുമായിട്ട് ഇറാൻ എന്താണ് പ്രശ്നം, എന്താണ് അതിൽ ബന്ധമുള്ളത് എന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായ രീതിയിൽ തന്നെ അവർ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നുണ്ട്. വിജയിക്കാത്ത ഒരു യുദ്ധമുനമ്പിലാണ് ഇസ്രായേൽ ഉള്ളത്. നഷ്ടത്തിൻ്റെയും കഷ്ടത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും കഥകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പറയാനുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? യുദ്ധം അവസാനിപ്പിക്കണം. ജനങ്ങൾക്ക് രാജ്യം വിട്ടു പോകാനുള്ള സംവിധാനം പോലും ഇല്ല. കാരണം എയർപോർട്ട് അടച്ചിരിക്കുന്നു, എയർപോർട്ടിലേക്ക് നിരന്തര ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. രാജ്യാതിർത്തി എല്ലാം അടക്കപ്പെട്ടതാണ്. അങ്ങനത്തെ വലിയൊരു പ്രയാസവും വലിയൊരു ബുദ്ധിമുട്ടും യഥാർത്ഥത്തിൽ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നു. അതൊരു തരത്തിൽ. പിന്നീട് അവിടെ സുരക്ഷിതമായിരിക്കുന്ന മേഖലകളെല്ലാം, അത് സൈനിക ബേസ് ആണെങ്കിലും ആണവായുധ ബേസ് ആണെങ്കിലും ഈ സൈനികരുടെ ആയുധം ശേഖരിക്ക ബേസ് ആണെങ്കിലും അതൊക്കെ ആക്രമിക്കപ്പെട്ടു വന്നു. അത് രഹസ്യങ്ങൾ അപ്പാടെ ചോർന്നു പോയിരിക്കുന്നു. പ്രതിരോധ സംവിധാനം അയൺ ഡോം, ആരോഗ്യ പോലെയുള്ള എല്ലാ പ്രതിരോധ സംവിധാനം തകർത്തെറിയപ്പെട്ടിരിക്കുന്നു. ഇറാന് മേൽ ഒരു ആധിപത്യം ഉണ്ടാക്കി ഒരു ഭരണമാറ്റം ഉണ്ടാവുക എന്ന് പറയുന്നത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ്. ഇതൊന്നും നടക്കാത്ത കേസാണ്. അപ്പോൾ അനാവശ്യമായിരിക്കൊരു യുദ്ധമുണ്ടാക്കി നൂറുകണക്കിന് ആളെ കൊലക്ക് കൊടുക്കുന്ന ഒരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ചെയ്യുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക അതിന് സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് അവർക്കും വേണ്ട രീതിം കിട്ടി. മിഡിൽ ഈസ്റ്റിൽ ഒരു കാലത്തും അമേരിക്കക്ക് സുരക്ഷിതത്വമില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അവിടുത്തെ എംബസിയും കോൺസുലേറ്റും ആക്രമിക്കപ്പെടുന്നു. അമേരിക്കയുടെ പൗരത്വത്തോട് കൂടിയിട്ട് അമേരിക്കൻ പൗരന്മാരാണ് എന്ന് പറഞ്ഞ് ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത വിധമാണ് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ. അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. നമ്മൾ ഇറാനെ മനസ്സിലാക്കിയിട്ടില്ല. അതിൻ്റെ ആയുധത്തെക്കുറിച്ചോ അവരുടെ പ്രഹരശേഷിയെക്കുറിച്ചോ അവരുടെ സംവിധാനത്തെക്കുറിച്ചോ നമ്മൾ അറിയാതെ പോയി. ഈ അറിയാതെ പോയതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം. അങ്ങനെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്തത്ര വലിയ പ്രതിസന്ധി നിലവിൽ വന്നിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ അത് കൂട്ടി വായിക്കുന്നതിൻ്റെ മറ്റൊരു ഭാഗം പറയുന്നത് ഈ യുദ്ധം അവസാനിക്കുന്നില്ലെങ്കിൽ ഇസ്രായേലാണ് അവസാനിക്കുക. ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് അതിജീവിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സംവിധാനവും അവരുടെ കൈവശത്തിലുണ്ട്. ഒരു തലമുറ പോയാൽ രണ്ടാമത്തെ തലമുറ വരുന്നു, അത് കഴിഞ്ഞാൽ അടുത്ത തലമുറ വരുന്നു. 4-ലധികം വിഭാഗങ്ങളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വെച്ചുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഈ യുദ്ധത്തെ നയിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും വിഭാഗം ഇല്ലാതായി പോയി എന്ന് വിചാരിച്ചാൽ
അവർ പരാജയപ്പെട്ടു എന്നല്ല, അവരുടെ പ്രവിശ്യകൾ 31 പ്രവിശ്യകളും രാജ്യമായിട്ട് മാറും. ദേശീയ നേതൃത്വം ഇല്ലാതായി കഴിഞ്ഞാൽ പ്രവിശ്യകൾ യുദ്ധം ഏറ്റെടുക്കും. അങ്ങനെ ഒരു കാലത്തും അതിജീവിക്കാൻ പറ്റാത്ത മാരകമായിരിക്കുന്ന ഒരു യുദ്ധമുഖത്താണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ ഉള്ളത്. അവർ പരാജയപ്പെടുകയല്ലാതെ ഒരു തരത്തിലും വിജയിക്കില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയമായിരിക്കുന്ന ഇസ്രായേലിൻ്റെ അവസ്ഥ എന്നുകൂടി നമുക്ക് ഇതിനിടയിൽ വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും.